വിക്രം വേദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ താൻ പോകില്ലെന്ന് വേദ ഒരുപാട് കരഞ്ഞ് അപേക്ഷിച്ചെങ്കിലും വിക്രം സമ്മതിച്ചില്ല. അവസാനം ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് വേദ. അങ്ങനെ വേദ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരുടെ യാത്ര ചോദിക്കുന്നുണ്ട്. അങ്ങനെ വേദ പോകുന്നതിൽ ആ വീട്ടിൽ എല്ലാവർക്കും വലിയ സങ്കടമാണ്. ശ്രീജിയാണെങ്കിൽ വേദയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും, അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ വിക്രമിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വിക്രം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേദമോൾ ഇവിടെ നിൽക്കട്ടെ, മോളെ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ മാഷ് പറയുന്നുണ്ട്, എന്തായാലും കുട്ടി എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. വിക്രം ഒരിക്കലും കുട്ടിക്ക് യോജിച്ച ഭർത്താവല്ല, മോളുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എന്നൊക്കെ പറയുകയാണ് മാഷ്. മോൾക്ക് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് വേദിയെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വിഷയനോടും ശ്രീജയോടും മാഷോടും കമലാമ്മയോടും എല്ലാം പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയം വിക്രം പറയുന്നുണ്ട്, നീ എന്താടി പോകാത്തത്? നീ ഇപ്പോൾ തന്നെ പോകണം, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ വിക്രമിൻ്റെ ഉള്ളിൽ വേദയോട് അടങ്ങാത്ത സ്നേഹമുണ്ടെങ്കിലും വിക്രം അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. വേദ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് മാത്രമാണ് വിക്രം ആഗ്രഹിക്കുന്നത്. ഇതേ സമയം വേദ എല്ലാം ഉപേക്ഷിച്ച് വരുന്നു എന്ന് അറിഞ്ഞിട്ട് വേദയുടെ വീട്ടുകാർ വലിയ സന്തോഷത്തിലാണ്. അച്ഛനും ശ്രീകാന്തും വർഷയും വേദ വരുന്നു എന്ന് അറിഞ്ഞിട്ട് വലിയ രീതിയിൽ തന്നെയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ വേദ അങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെയും അച്ഛൻ്റെയും വർഷയുടെയും മുന്നിലെല്ലാം നല്ല രീതിയിൽ തന്നെ സന്തോഷം അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോയ വേദ ആദ്യം പോകുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ്. ആകെ വിങ്ങി പൊട്ടിയാണ് വേദ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നത്. മുത്തശ്ശിയെ കണ്ടതും പൊട്ടിക്കരയുകയാണ് വേദ. അങ്ങനെ മുത്തശ്ശി വേദിയെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങളായി വേദ കരച്ചിലും സങ്കടവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ദർശനവുമായിട്ടുള്ള വർഷയുടെ വിവാഹം നടത്താൻ എല്ലാവരും തീരുമാനിക്കുകയാണ്. അങ്ങനെ വേദിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ അവന് വേണ്ടി ഇനി കാത്തിരിക്കരുത്. നിന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കിയതാണ് അവൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ഇനി അവനൊരിക്കലും നിന്നെ സ്നേഹിക്കാനും പറ്റില്ല, അവനൊരു ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദിയുടെ അച്ഛൻ. ദർശൻ നല്ലൊരു മനസ്സുള്ള ആളായത് കൊണ്ടാണ് നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദിയുടെ അച്ഛൻ. അങ്ങനെ എല്ലാവരും വിക്രമിനെ മറക്കാൻ വേണ്ടി വേദിയോട് പറയുകയാണ്. അവസാനം ഒരു ഗത്യന്തരമില്ലാതെ വേദ ദർശനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളുന്നുണ്ട്. അതേസമയം വേദ പോയതിനു ശേഷം വിക്രം വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. ഊണും ഉറക്കവുമില്ലാതെ വിക്രം എപ്പോഴും ആലോചനയിലാണ്. വേദ പോയതിനു ശേഷമാണ് താൻ വേദിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം വിക്രം മനസ്സിലാക്കുന്നത്. അങ്ങനെ വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വിക്രം കൂടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെയായി. തന്നോട് ഏതു നേരം വഴക്കിട്ടും കുസൃതി കാണിച്ച് നടക്കുന്ന വേദിയുടെ ഓർമ്മകൾ മാത്രമായിരിക്കും വിക്രമിന്. അങ്ങനെ കമലാമ്മ വിക്രമിനോട് പറയുന്നുണ്ട്, മോന് വേദിയോടുള്ള സ്നേഹം ഈ അമ്മയ്ക്ക് അറിയാം, പിന്നെ എന്തിനാണ് മോൻ വേദിയെ ആട്ടി ഇറക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ കരയുന്നുണ്ട്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഒരിക്കലും അവൾക്ക് ഞാനുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം അവൾ നല്ലൊരു കുട്ടിയാണ്, അവൾക്ക് നല്ല ഭാവിയുണ്ട്, നല്ലൊരു ജീവിതം തന്നെ അവൾക്ക് കിട്ടും. ഇവിടുത്തെ ജീവിത സാഹചര്യമായി അവൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവൾ സന്തോഷമായി ജീവിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ വിക്രം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കമലാമ്മ വിക്രമിനെ നോക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, വേദിക്ക് നമ്മുടെ വീടുമായി ഒത്തുപോകാൻ സാധിച്ചാലും അവളുടെ വീട്ടുകാർക്ക് ഒരിക്കലും നമ്മളുമായി യോജിച്ച് പോകാൻ സാധിക്കില്ല. അവളുടെ വീട്ടുകാരുമായി അടുപ്പമില്ലെങ്കിൽ അവൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. അവളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. അങ്ങനെ വേദ പോയതിനു ശേഷം രാധയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. എന്തായാലും താൻ വിചാരിച്ചതുപോലെ തന്നെ സാധിച്ചല്ലോ, ആ വേദ പോയല്ലോ. അങ്ങനെ തൻ്റെ വിക്രമിനൊരു ജീവിതം വേണമെന്ന് കമലാമ്മ ചിന്തിക്കുകയാണ്. വിക്രമിനെ ഒരുപാട് സ്നേഹിച്ച കുട്ടിയാണ് രാധ. വിക്രമിനെ കൊണ്ട് എങ്ങനെയെങ്കിലും രാധയെ കെട്ടിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയാണ് കമലാമ്മ. അങ്ങനെ കമലാമ്മ രാധയുമായിട്ടുള്ള വിവാഹത്തിന് വിക്രമിനെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ കമലാമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാവുകയും അങ്ങനെ തൻ്റെ ആഗ്രഹം നടത്തി തരാൻ വിക്രമിനോട് കേണ അപേക്ഷിക്കുകയാണ് കമലാമ്മ. അവസാനം ഗത്യന്തരമില്ലാതെ വിക്രം രാധയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ വിക്രം കെട്ടിയ താലി അഴിക്കാൻ വേദിയാണെങ്കിൽ സമ്മതിക്കുന്നേയില്ല. അങ്ങനെ വേദിയുടെ ഉള്ളിൽ എപ്പോഴും വിക്രമിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് വേദിയെ വിവാഹ മണ്ഡപത്തിലേക്ക് കയറ്റുന്നുണ്ട്. അതേസമയം വിക്രമിനാണെങ്കിൽ വേദിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും വിക്രമിന് വേദിയെ മറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മണ്ഡപത്തിൽ വേദിയുടെ കല്യാണ ആഘോഷങ്ങളെല്ലാം നടക്കുകയാണ്. അങ്ങനെ ദർശൻ വേദിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന സമയത്ത് വിക്രം ആ ഹാളിലേക്ക് ഓടിയെത്തുകയാണ്. അങ്ങനെ ഹാളിലേക്ക് എത്തിയ വിക്രമിനെ ആദ്യം കാണുന്ന ശ്രീകാന്താണ്.
എന്താടാ എന്താണ് നിനക്ക് ഇവിടെ കാര്യമെന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, വേദയോടാണ് എന്ന് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് വിക്രം. വേദ ആ സമയത്ത് ആകെ ഷോക്കേറ്റതുപോലെ വിക്രമിനെ ഞാൻ നോക്കി നിൽക്കുകയാണ്. ആ സമയം വർഷ വേദയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ വേദ ഇവനെന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് വേദ ആകെ നെട്ടി നിൽക്കുകയാണ്. ഇത് കാണുന്ന മുത്തശ്ശിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വിക്രമിനെ കാണുന്ന സമയത്ത് മുത്തശ്ശിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. ഇന്നെൻ്റെ അനിയത്തിയുടെ വിവാഹമാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അതേസമയം ദേഷ്യത്തോടു കൂടി വിക്രം പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ കല്യാണമാണെന്ന് നടക്കുന്നത്, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് വിക്രം ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അതേസമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയോ, നിനക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയതല്ലേ അവളെ, പിന്നെ ഇപ്പോൾ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേസമയം ശങ്കരനാരായണനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. വേദിയെ നോക്കുന്നുണ്ട്, പക്ഷെ വേദ ആരെയും ശ്രദ്ധിക്കാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, വേദ നിനക്ക് ഞാനല്ലാതെ വേറെ ആരെയും ഭർത്താവായി സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് പറയൂ വേദ. നീ പോയതിനു ശേഷമാണ് നിന്നോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരിക്കലും നീ എന്നെ വിട്ട് പോകല്ലേ വേദ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് കലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് വിക്രം പറയുകയാണ്. അതേസമയം വർഷ പറയുന്നുണ്ട്, വേദ നീ ഇവൻ പറഞ്ഞത് ഒരിക്കലും വിശ്വസിക്കരുത്. നീ നിന്റെ അച്ഛനെയും ചേട്ടനെയും കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവരെ ഒരുപാട് നാളുകൾക്ക് ശേഷം നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് കരുതി സന്തോഷിച്ച് നിൽക്കുകയാണ്. ഇത്രയും ആളുകൾക്ക് മുമ്പിൽ നീ ഒരിക്കലും നിന്റെ അച്ഛനെ നാണം കെടുത്തല്ലേ എന്നൊക്കെ വർഷ വേദിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് വർഷ ഒന്നും മിണ്ടുന്നില്ല. അതേസമയം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയും എന്നൊക്കെ ശങ്കരനാരായണൻ പറയുമ്പോൾ വിക്രം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വിക്രം വേദയെ മാത്രം നോക്കി നിൽക്കുകയാണ്. വേദ നീ പറയേ, ഞാൻ നിന്റെ ഭർത്താവാണെന്ന്, അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് താലി കഴുത്തിൽ നിന്ന് ഊരാത്തത്? വേദ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കൈകൂപ്പിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട്, വേദ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല വേദ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കരയുകയാണ്. അങ്ങനെ കുറച്ച് ആളുകൾ ചേർന്ന് വിക്രമിനെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. ആ സമയം വേദ പൂമാലയെല്ലാം അഴിച്ചു മാറ്റി വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ ഓടിച്ചെന്ന് വിക്രമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് വേദ. അങ്ങനെ വേദയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വിക്രം. അതേസമയം കല്യാണത്തിനായി ഒരുങ്ങി നിൽക്കുന്ന രാധ ഇതെല്ലാം അറിയുന്നുണ്ട്. എന്നാൽ രാധയ്ക്കാണെങ്കിൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വിക്രമിൻ്റെ വീട്ടിൽ മാഷും അങ്ങനെ എല്ലാവരും വലിയ ദേഷ്യത്തിലാണ്. മറ്റൊരു കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ജീവിക്കേണ്ടത്, അതൊരിക്കലും ശരിയായൊരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് വിക്രമിനെ വഴക്ക് പറയുന്നുണ്ട്. വിക്രമിൻ്റെ ഈ തീരുമാനം അവിടെ ആർക്കും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വിക്രമിനെ കൈ പിടിച്ചു വരുന്ന വേദയെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് രാധ. ഒരുപാട് തവണ താൻ ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടി, ഇനി തനിക്കൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകില്ല, ഇനി താൻ ഇതുപോലൊരു വേഷം കെട്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രാധ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലെത്തുകയാണ്. അങ്ങനെ ആരോടും മിണ്ടാതെയും പുറത്തിറങ്ങാതെയും രാധ വല്ലാത്തൊരവസ്ഥയിലെത്തുകയാണ്. അതേസമയം വിക്രമും വേദയ്ക്കും സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഇതേസമയം വേദിയുടെ അച്ഛനാണെങ്കിൽ വേദിയെ വല്ലാതെ അങ്ങ് വെറുക്കുകയാണ്. ഒരിക്കലും പിന്നീട് അവർക്ക് വേദിയെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം രാധയാണെങ്കിൽ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കുന്നുണ്ട്. അത് വേദയ്ക്ക് വിക്രമിനും വലിയ വിഷമമാവുകയാണ്. അങ്ങനെ വേദ തന്നെ രാധയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ രാധയും വേദയും വളരെ ഫ്രണ്ട്ലി ആവുകയാണ്. അങ്ങനെ വേദയ്ക്ക് നല്ലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു, താൻ കാരണമാണ് രാധയുടെ ജീവിതം ഇങ്ങനെ ആയതെന്ന്. അങ്ങനെ വേദിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലൊരു ആലോചന രാധയ്ക്കായിട്ട് വേദ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് ഇനി പവിത്രത്തിൽ വരാൻ പോകുന്നത്.